ലോകചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാലയളവായി. രാജാവിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏകദേശം 40 വർഷം അദ്ദേഹം ഇസ്രായേലിനെ ഭരിച്ചു. ആ ഭരണകാലത്ത് ഒരിക്കൽ പോലും യുദ്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാന കാലമായിരുന്നു, സമ്പൽ സമൃദ്ധിയുടെ കാലമായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനും ജനത്തിൻ്റെ പൊതുവായ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ശലോമോൻ്റെ ഭരണകാലത്ത് സാധിച്ചു. അത് ആ ഒരു ഭരണകാലം ഒഴിച്ചാൽ ലോക ചരിത്രത്തിൽ യുദ്ധങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ ഭരിച്ച ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശലോമോനിലും വലിയവൻ, അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ നീതിയുള്ള രാജ്യം സ്ഥാപിച്ച് ഭരണം നടത്തുമ്പോൾ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോൾ അതിൻ്റെ 100% അളവിലുള്ള ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും ഭൂലോകത്തിലുണ്ടാകും. ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുപോലെ യുദ്ധങ്ങളില്ല, കലാപങ്ങളില്ല, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാലഘട്ടം ഉണ്ടാകും. പ്രത്യേകിച്ച് സാത്താൻ ബന്ധിതനായതുകൊണ്ട് സാത്താന്യ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങളും മനുഷ്യർക്ക് ഉണ്ടാകുകയില്ല. എല്ലാവർക്കും ജീവനുള്ള ദൈവവുമായിട്ട് നേരിട്ട് ബന്ധം പുലർത്തുവാനും ദൈവവചനം കേൾക്കുവാനും സംശയങ്ങൾ പരിഹരിക്കുവാനും രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന സകലർക്കുമുള്ള ഒരു സുവർണകാലം യേശു കർത്താവിൻ്റെ മഹനീയമായ ആ ഭരണകാലമായിരിക്കും. ആ ഭരണകാലത്ത് വലിയ സംഭവങ്ങളുണ്ടാകും, ഒരുപാട് മാറ്റങ്ങൾ വരും. ഭരണം ആരംഭിക്കുന്നതിന് മുമ്പേ ധാരാളം മാറ്റങ്ങളുണ്ടാകും. ഭരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടും ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കും. 1000 വർഷം ഭൂലോക ചരിത്രത്തിൽ ഒരു സുവർണകാലം. ദൈവപുത്രൻ മനുഷ്യപുത്രനായി, മനുഷ്യപ്രതിനിധിയായി, മനുഷ്യനായി തന്നെ ഭൂമിയെ ഭരിക്കുന്ന ഒരു കാലം. അങ്ങനെ ഒരു സുവർണകാലം വരാൻ പോവുകയാണ്. അന്ന് വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മൾ കർത്താവിനോടുകൂടി അവിടുത്തെ രാജ്യത്തിലുണ്ടായിരിക്കും. നമ്മളുടെ യോഗ്യതയ്ക്കൊത്തവണ്ണമായ സേവനങ്ങൾക്കുള്ള അവസരങ്ങളും നമുക്കന്ന് അവിടെ കിട്ടും. ഇപ്പോൾ ജാഗ്രതയോടെ ജീവിച്ചാൽ കുറെ കൂടെ മെച്ചപ്പെട്ട പ്രൊമോഷൻ അവസരമുണ്ട്. അവസരം കളയാതെ വിജയകരമായ ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും കർത്താവിനായിട്ട് ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇന്ന് നമുക്ക് ബാക്കി ചില കാര്യം കൂടി ചിന്തിക്കാം. ഈ ഭരണകാലത്ത് 1000 ആണ്ട് വാഴ്ചയിൽ ജനങ്ങൾ ഭൂമി മുഴുവൻ നിറഞ്ഞു പെരുകും. മുമ്പൊരു ക്ലാസ് നമ്മൾ ഓർത്തതാണ്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും ഭൂപ്രകൃതി മാറ്റത്തിൻ്റെയും ഫലമായിട്ട് വരണ്ട പ്രദേശങ്ങളും മരുഭൂമികളും ഒക്കെ ജനവാസ യോഗ്യമായിട്ട് തീരും. ഉത്തര ധ്രുവം മുതൽ ദക്ഷിണ ധ്രുവം മുഴുവൻ പ്രദേശങ്ങളും മനുഷ്യവാസത്തിന് യോഗ്യമായിട്ട് തീരുന്നത് കൊണ്ട് മനുഷ്യർക്ക് വർദ്ധിച്ചു വരികാനുള്ള അവസരം ഉണ്ടാകും. എന്നാൽ 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭകാലത്ത് ഭൂലോക ജനസംഖ്യ വളരെ കുറവായിരിക്കും, ചുരുക്കമായിരിക്കും. അതിന് പ്രധാനമായിട്ട് ചില കാരണങ്ങളുണ്ട്. കാരണങ്ങളിൽ പ്രധാനമായത് മഹോദരകാലത്ത് വലിയ തോതിൽ ഇന്നത്തെ ലോക ജനസംഖ്യ ജീവിച്ചിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുവാനിടയാകും. 1-2 ഭാഗങ്ങൾ അത് പരിശോധിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. നമുക്ക് അതിന് ആധാരമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് 2 ഭാഗങ്ങൾ വായിക്കാം. ഒന്നാമതായിട്ട് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ആ വാക്കൊന്നൂടെ വായിക്കുക. കാലാംശമെന്നാണ്. പല മലയാള തർജ്ജമയിൽ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. കാലംശത്തിന്മേൽ എന്നാണ്. അതായത് ഭൂമിയിലെ ജനസംഖ്യയിൽ 4/1 അർത്ഥം. മറ്റു പരിഭാഷകൾ ഇംഗ്ലീഷിലും മറ്റ് മൂലഭാഷയിലുമൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഭൂമിയിൽ എത്ര ജനങ്ങളുണ്ടോ അതിന് 4/1 ഈ പറഞ്ഞ പ്രത്യേക സംഭവം നടക്കുമ്പോൾ മഹോദരകാലത്തെ കാര്യമാണ് പറയുന്നത്. കൊല്ലപ്പെടുവാനിടയാകുമെന്നാണ് വായിക്കുന്നത്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, അതുപോലെ പകർച്ചവ്യാധികൾ, കാട്ടുമൃഗങ്ങൾ, ഇങ്ങനെ പലതരം വിധത്തിലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഫലമായിട്ട് കൊല്ലപ്പെടും. അതായത് സഭ ഉൾപ്രാവണം പ്രാപിച്ചു കഴിഞ്ഞ് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് മഹാപീഡനം ആരംഭിക്കും. മഹാപീഡനം ആരംഭിക്കുമ്പോൾ ഇന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന വിശ്വാസികളിൽ ഒഴിച്ച് ഭൂമിയിലെ മുഴുവൻ ജനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. രക്ഷിക്കപ്പെട്ടതല്ലെന്നേ ഉള്ളവരെല്ലാവരും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ലോക ജനസംഖ്യ വലിയ കുറവൊന്നും കാണത്തില്ല. ഈ വിശ്വാസികൾ മാത്രമേ എണ്ണത്തിൽ കുറവ് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ 100 കോടിയാണെന്ന് വിചാരിക്കാം. 150 കോടിക്ക് അടുത്തുണ്ട്. കണക്കുകൾ ഇപ്പോൾ പുറത്തു വരും. 100 കോടിയാണെന്ന് വിചാരിക്കാം, നമുക്ക് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിൽ. അപ്പോൾ 100 കോടിയുടെ 4/1 എന്ന് പറഞ്ഞാൽ എത്ര? കാലംശം 4/1 25 കോടി ഇല്ലയോ? 25 കോടി ജനങ്ങൾ ഈ പറഞ്ഞ ഈ മഹാപീഡനത്തിലെ ഈ പ്രത്യേക ബാധയുടെ കാലത്ത് മാത്രം കൊല്ലപ്പെടും. ഇന്ത്യയെ കാര്യം നമ്മൾ പറഞ്ഞു. ലോകത്തെ മുഴുവൻ ഇതുപോലെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ തോതിൽ പീഡനകാലത്ത് ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തിൻ്റെ ക്രോധകലശങ്ങൾ ചൊരിയപ്പെടുന്ന മനുഷ്യരിങ്ങനെ കൊല്ലപ്പെടാനിടയാകും. ഇനി മറ്റൊരു ഭാഗം നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം തന്നെ 9-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെ വായിച്ച്. 13 മുതൽ 16 വരെ. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട് യുഫ്രട്ടീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരുന്ന
4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, തൽക്കാലം ഒന്ന് നിർത്തിക്കേ, പിന്നീട് വായിച്ചാൽ മതി. അതിൻ്റെ 15-ാം വാക്യം മാത്രം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. വാക്യം 15 നമ്മളിപ്പോൾ വായിച്ചതാണ്. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചു. 4 ദൂതന്മാരെ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിച്ച ദൂതന്മാരല്ല, സാത്താന്യ ദൂതന്മാരാണ്, അന്ധകാര ദൂതന്മാരാണ്, പൈശാചിക ഗണത്തിൽപ്പെട്ടവരാണ്. 4 എണ്ണത്തിനെ ബന്ധിച്ചിട്ടേപ്പോണ്ടെന്നാണ് പറയുന്നത്. എവിടെ? യൂഫ്രട്ടീസ് എന്ന് പറയുന്ന മഹാനദിയുടെ തീരത്ത്. യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് യൂറോപ്പിനെ ഏഷ്യയെ വേർതിരിക്കുന്ന ഏറ്റവും വലിയ മഹാനദിയാണ്. ഇന്നും അത് നിലവിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറഞ്ഞ് അതിങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുക. അത് പ്രവചന നിവർത്തിക്ക് വേണ്ടിയാണ്. പീഡനകാലത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഇത് പറ്റിയിട്ട് കിഴക്ക് നിന്നുള്ള സൈന്യങ്ങൾ ഈ നദിയിലൂടെ നടന്ന് അക്കരെ കയറി ഇസ്രായേലിനെ ആക്രമിക്കാൻ പലസ്തീനിലേക്ക് വരും. എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത്. അത് പ്രവചനമാണ്. വെളിപ്പാട് പുസ്തകം തന്നെ ഉണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് മറ്റൊരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വിഷയം പഠിക്കാം. അപ്പോൾ അത് കുറേ കൂടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ഇന്ന ആണ്ട് മാസം ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആണ്ട് മാസം ദിവസം ഏതാ? 30 7/2026 ഇല്ലയോ? നമ്മുടെ മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാലോ എങ്ങനെയാ പറയുന്നത്? ജൂലൈ മാസം 30-ാം തീയതി ഇല്ലയോ? ആണ്ട് പറയുമ്പോഴോ 2026 ആണ്ട്. ആധാരം എഴുതുന്ന ആ ഭാഷയിൽ പറഞ്ഞു. അതുപോലെ കൃത്യമായിട്ട് ആണ്ട് മാസം തീയതിക്ക് ഈ 4 ദൂതന്മാരെ അഴിച്ചുവിടാനുള്ള തീരുമാനം എടുത്തിരിക്കുക സ്വർഗത്തിൽ. അഴിച്ചുവിടുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂലോക ജനസംഖ്യയിലെ 1/3. നേരത്തെ നമ്മളൊരു 4/1 പറഞ്ഞു. ആ കൂട്ടത്തിൽ വരുന്നതല്ല. അതിൻ്റെ ബാക്കി ശേഷിക്കുന്നതിൽ ഒരു 1/3 ഈ ഒരൊറ്റ ദിവസം കൊണ്ട് കൊല്ലപ്പെടും. ദൈവത്തിൻ്റെ ന്യായവിധികൾ എത്ര മഹോദരകാലത്തെ കാര്യമാണ്. ഇപ്പോൾ ഇതൊന്നും ബാധകമല്ല. ദൈവം എത്ര കരുതലുള്ളവനാണെന്ന് മനസ്സിലായത്. അവസരങ്ങൾ എത്രയാണ് നീട്ടിത്തരുന്നതെന്നറിയാമോ? എന്നിട്ടും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തുവാ ചെയ്യേണ്ടിയേ? അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പം ഇങ്ങനെ വലിയ തോതിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്നതിന് ഫലമായിട്ട് മഹാവിഘടനത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഭൂലോക ജനസംഖ്യ വളരെ കുറവായിരിക്കും. തീരെ ഇല്ലെന്നല്ല, ഇന്നുള്ളതിൻ്റെ അനുസരിച്ച് ഇപ്പോഴത്തെ ജനസംഖ്യാ വർധനവ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറയും. ആ കുറവ് സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തിലും ഉണ്ടായിരിക്കും. ഈ പറഞ്ഞിടത്തുനിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ആ വായിച്ച ഭാഗത്തിൻ്റെ 20-21 കൂടെ വായിച്ച ബ്രദറെ. ഇപ്പോൾ വായിച്ച അതിൻ്റെ മനുഷ്യന്റെ മനോഭാവം എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്ര ന്യായവിധി വന്നിട്ടും ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വയ്യാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവയെ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം നമ്മുടെ കൈപ്പടി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. അടുത്തത് കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടു. കേട്ടോ, മാനസാന്തരപ്പെട്ടില്ല. ഇത്രയും വലിയ ശിക്ഷകൾ ഉണ്ടായിട്ടും ഇതുപോലെ വലിയ നാശമുണ്ടായിട്ടും മഹാപീഡനകാലം മുഴുവൻ പീഡനകാലമാണ്. 2 വിധത്തിലുള്ള പീഡനമാണ്. ഒന്ന് ദൈവജനത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക്, യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് എതിർ ക്രിസ്തുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പീഡനം, മുദ്രയേക്കാത്തവർക്ക്. മറുഭാഗത്ത് ഈ മുദ്രയേറ്റ് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവവിരോധികളായി ജീവിക്കുന്നവർക്ക് ദൈവഭാഗത്തു നിന്നുള്ള ക്രോധകലക്ഷ്യങ്ങളുടെയും ബാധകളുടെയും ന്യായവിധികൾ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇവരെക്കുറിച്ച് എന്താ വായിക്കുന്നത്? ഇവർ മാനസാന്തരപ്പെട്ടില്ലെന്നാണ്. ബാധകളാൽ 20-ാം വാക്യം, ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വയ്യാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും. ഇന്നത്തെ വിഗ്രഹാരാധന ഇത് വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഇതിനകത്ത് ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിമും എല്ലാം വരുന്നുണ്ട്. പേരും രൂപവും അഡ്രസ്സും ഒക്കെ മാറ്റിയേ ഉള്ളൂ. തിരുസ്വരൂപം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. വിഗ്രഹം തന്നെയാണ്. 10 കൽപ്പനകൾ പഠിക്കുമ്പോൾ അറിയാം. 1-ാമത്തെയും 2-ാമത്തെയും കൽപ്പനകൾ വളരെ ഗൗരവത്തോടെ ദൈവം പറഞ്ഞതാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അടുത്ത കൽപ്പന, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മേളിൽ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും യാതൊരു ജീവിയുടെയും രൂപമോ സ്തംഭമോ ബിംബമോ രൂപമോ വരച്ചോ കൊത്തിയോ നിർമ്മിച്ചോ ഉണ്ടാക്കരുത്. ഇവിടെ നോക്കിയേ, അതെല്ലാം ഇവിടെ ഉണ്ട്. ഇവയെ നമസ്കരിക്കുന്നത് വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഈ കാലത്തെയും ഭാവി കാലത്തെയും പാപങ്ങൾ എന്തൊക്കെയാണെന്നൊരു പട്ടികയാണ് അടുത്ത വാക്യം. വാക്യം 21 എന്താ? കൊലപാതകം, ദുർനടപ്പ്,
എന്നിവയുടെ മാനസാന്തരം. ഏതൊക്കെയാ? ഇപ്പൊ നിലവിലുള്ളതും ഇനി ഭാവിയിൽ വർദ്ധിച്ചു വരുന്നതുമായ പാപങ്ങൾ. ഒന്ന്, കൊലപാതകം. ഭ്രൂണഹത്യയിൽ തുടങ്ങുന്ന കൊലപാതകം 90-100 വയസ്സുള്ളവരെ വരെ കൊല്ലുന്നതിൽ നീണ്ടു നിൽക്കുകയാണ്. പ്രായഭേദമില്ല. തങ്ങളുടെ കൊലപാതകത്തിനുള്ള ബൈബിൾ ശിക്ഷ എന്താ? ദൈവത്തിന്റെ ശിക്ഷ എന്താ? മരണശിക്ഷയാണ്. കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. നമ്മുടെ രാജ്യത്താവുന്നില്ല. ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാളിട്ടേക്ക് പാർട്ടിക്കാരുടെ സപ്പോർട്ടോടെ ഇറക്കി വിടും. അതുകൊണ്ടാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. കുറ്റങ്ങൾക്ക് ശിക്ഷയില്ല. ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ കുറെ കൂടെ ന്യായമായ ശിക്ഷ കിട്ടും. അറബി ഷെയ്ഖന്മാർ ഭരിക്കുന്നിടത്ത് ഖുർആൻ നിയമം അനുസരിച്ച് അവർ ശിക്ഷ കൊടുക്കുന്നത്. കൊലപാതകനെ അപ്പം തന്നെ തട്ടിക്കളയുക, തല വെട്ടുക, കൈ വെട്ടുക, കാല് വെട്ടുക, അങ്ങനെയൊക്കെയുള്ള ശിക്ഷകളുണ്ട്. അത് ന്യായപ്രമാണത്തിൽ നിന്ന് അവർ കടമെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനോട് വലിയ സാമ്യമുണ്ട്. ന്യായപ്രമാണത്തിൽ പറയുന്നു കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് മറ്റാരും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഭയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം തങ്ങളുടെ കൊലപാതകം, അത് കഴിഞ്ഞാൽ ക്ഷുദ്രം. എന്തിനാ ഈ ക്ഷുദ്രം? ഇതിന്റെ ഉദ്ദേശം എന്നാ? അയ്യോ, പാവങ്ങളൊന്നും അറിയാത്തവരാന്ന് തോന്നുന്നല്ലോ ഈ നാട്ടുകാർ. ക്ഷുദ്രം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഗുണം വരാതിരിക്കാൻ ചെയ്യുന്ന പരിപാടിയാണ്. മറ്റുള്ളവരുടെ അഭിവൃദ്ധി കണ്ടിട്ട് സഹിക്കാൻ കഴിയാന് അതിനെ തടയാൻ ചെയ്യുന്ന മന്ത്രതന്ത്ര വിദ്യകളൊക്കെയാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. മന്ത്രവാദി, ക്ഷുദ്രക്കാരൻ, ദക്ഷിണക്കാരൻ, ആഭിചാരകൻ, ഇങ്ങനെ ഒരുത്തരും നിങ്ങളുടെ ദേശത്ത് ഉണ്ടാകരുത്. അത് അക്ഷരാർത്ഥം നിവൃത്തിയാകാൻ പോകുന്നതിന് 1000 ആണ്ട് വാഴ്ചയില്ല. അപ്പം പീഡനകാലത്തും ഇത് വളരെയേറെ ഉണ്ടായിരിക്കും. ആ പരിപാടിയെ നിർത്തുകയില്ല. ക്ഷുദ്രപ്രയോഗവും നിർത്തുകയില്ലെന്ന്. ഈ ക്ഷുദ്രപ്രയോഗങ്ങൾ ഇന്ന് ഫലിക്കാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ. ദൈവകൃപയിൽ ജീവിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. അല്ലാത്തവർക്കെല്ലാം ഇത് ബാധകമാണ്. കൃപയിൽ നിന്ന് വീണുപോയാൽ സഭയിലാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ബാധിക്കുന്നു. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് വചനപ്രകാരം ജീവിച്ചാൽ യാതൊരു ബാധയും അടുക്കത്തില്ലെന്നുള്ള വാഗ്ദത്തം അക്ഷരപ്രകാരം നിവൃത്തിയാകും. അതുകൊണ്ട് കുഴപ്പം പറ്റാതെ ക്ഷുദ്രമൊക്കെ ഏക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വചനമനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊള്ളുക. മൂന്നാമത്തെ ഐറ്റം എന്താ? ദുർനടപ്പ്. ഇന്ന് ദുർനടപ്പെന്ന് പറഞ്ഞാൽ അതൊരു ഫാഷനായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ആണും പെണ്ണും ഒക്കെ കല്യാണം കഴിക്കാതെയും കഴിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ഒന്നിച്ചു ജീവിക്കുക. ദുർനടപ്പ് ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പാപം. വ്യഭിചാരമെന്നും മനസ്സംഗമെന്നും എല്ലാം ഇത് മാറ്റി മാറ്റി പറയാൻ പറ്റും. അല്പം വകഭേദങ്ങളുണ്ടെന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ. ലൈംഗിക പാപങ്ങളും ഒറ്റ വാക്കിൽ പറയാം. ദൈവം വെറുക്കുന്ന ഏറ്റവും ഗൗരവമേറിയ പാപം, ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം. അടുത്തത് മോഷണം. കക്കലാണല്ലോ പരിപാടി. AI വരെ അതിനുപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഇന്ന് അതിന് സഹായമായിട്ട് ഉണ്ട്. പഴയ സാങ്കേതിക വിദ്യ ഒന്നും അതിന് എളുപ്പം പരിപാടിയൊക്കെ നടക്കും. മോഷണം. സകല മോഷ്ടാക്കളും അഗ്നിജ്വാലയ്ക്ക് തുല്യമായ കണ്ണുള്ളവന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നിട്ട് ഇവ വിട്ടെന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ ശിക്ഷ കൊടുത്താലും മാനസാന്തരപ്പെടാത്ത ഒരു കൂട്ടം മനുഷ്യന്മാർ. മനുഷ്യന്റെ ഹൃദയം എത്രത്തോളം കഠിനപ്പെട്ടു പോകുന്നുള്ളതിന്റെ തെളിവാണിത്. അപ്പൊ ഇങ്ങനെയാണ് ഈ കാരണങ്ങളാണ് വലിയ തോതിൽ ജനങ്ങൾ കൊല്ലപ്പെടാനും നരിക്കാനും ഒക്കെ പോകുന്നത്, ശിക്ഷയ്ക്ക് വിധേയരാകും. അങ്ങനെ ലോക ജനസംഖ്യ കുറഞ്ഞു വരുമ്പോൾ പീഡനകാലത്തിന്റെ ഒടുവിൽ കർത്താവായ യേശു മടങ്ങി വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ, ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോഴും ജീവനോടുള്ള ജനങ്ങളുടെ എണ്ണം ആഗോള തലത്തിൽ വളരെ കുറവായിരിക്കും. കുറവാണെങ്കിലും ഈ 1000 വർഷം കൊണ്ട് സംഗതി അങ്ങ് മാറും. ഇനി നമ്മുടെ മുഖ്യഭാഗത്തേക്ക് വരാം. 1000 ആണ്ട് ഭാഷയിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യാ വർധനം. വായിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 22-ാമത്തെ വാക്യം. അപ്പൊ ഒരു കുറഞ്ഞവനായ ഒരു വീട്ടിലെ കാര്യമാണ് പറയുന്നത്. ഒരു വീട്ടിലെ ഏറ്റവും കുറഞ്ഞ വീട്ടിൽ എത്ര പേരുണ്ടായിരിക്കും മെമ്പേഴ്സ്? 1000. സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക്? അത് കുറഞ്ഞവരുടെ കാര്യമാണ്. മൈനർ ഫാമിലി, ഇന്നത്തെ നമ്മൾ പറയുന്നത് സിംഗിൾ ഫാമിലി അല്ലെങ്കിൽ ചെറിയ ഫാമിലി. വലിയതോ? വലിയ കുടുംബം എങ്ങനെയാണ്? കുറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ വലുതെങ്ങനെ ഇരിക്കും? എന്താ എഴുതിയേക്കുന്നത്? മഹാജാതിയുമായിരിക്കും. ജാതികളെന്നാണ് മറ്റൊരു വാക്യത്തിൽ പറയുന്നത്. അത് നമുക്ക് വായിക്കാം. അപ്പൊ ജാതിയായിട്ട് പെരുകത്തക്കൊണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ നിന്ന് ജനങ്ങൾ വർദ്ധിച്ചു പെരുകും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാവിദ്യ പീഡനത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ദൈവ ന്യായവിധിയാൽ ജനസംഖ്യ വളരെയേറെ ഭൂലോക രാജ്യങ്ങളിൽ കുറെ കൊല്ലപ്പെടുന്നതുകൊണ്ട്, മണിക്കൂറുകൾ കൊണ്ടാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെയുള്ള ആ കുറവ് 1000 ആണ്ട് വാഴ്ചയിൽ പരിഹരിക്കപ്പെടും. കുറഞ്ഞവൻ 1000-ഉം അല്പം കൂടെ വ്യത്യാസമുള്ളവൻ മഹാജാതികളായി വർദ്ധിച്ചു വരികുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ വർദ്ധിച്ചു വരും. പേടിക്കാനൊന്നുമില്ല. എത്ര വർദ്ധിച്ചു വരികയാലും ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും അന്ന് ഭൂമിയിലുണ്ടാകും. ഭൂമിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ആ നിലയിലുള്ളതാണ്.
മുമ്പ് പലപ്പോഴായിട്ട് നമ്മളതൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹീതമായ സാഹചര്യങ്ങളാണ് ജനം ആരോഗ്യത്തോടെ വർദ്ധിച്ചു വരികാനുള്ളത്. ഇതിലൊരൊറ്റ വികലാംഗനും കാണത്തില്ല, കണ്ണുകൊട്ടനും കാണത്തില്ല, മുടന്തനും ഇല്ല, കുരുടനും ഇല്ല, അംഗവൈകല്യങ്ങളൊന്നും ഓരോന്നും അന്നുണ്ടാകുകയില്ല. മുമ്പ് നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് ആവർത്തിക്കാൻ സമയമില്ല. എല്ലാം ആരോഗ്യവാന്മാരായ സ്ത്രീ പുരുഷന്മാരായിരിക്കും. അവർ അനുഗ്രഹപൂർണമായി ഭൂമിയിൽ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ ഭരണകാലത്തിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് അത്. അന്ന് ആളുകളില്ലല്ലോ, പ്രജകളില്ലല്ലോ ഒന്നും വിചാരിക്കേണ്ട, ഇഷ്ടം പോലുണ്ട്. ഒരു കുടുംബം തന്നെ 1000 പേരോളം ഉള്ളതായിരിക്കും. വായിക്കാട്ടെ, മീഖ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. മീഖ 4:7. കണ്ടോ, മഹാജാതിയാക്കി വർദ്ധിപ്പിച്ചിട്ട് യഹോവ സീയോൻ പർവ്വതത്തിൽ വാഴുമ്പോൾ അന്ന് ഭൂമിയിലെ ജനങ്ങൾ വർദ്ധിച്ചനുഗ്രഹിക്കപ്പെടും. 2 കൂട്ടം ആളുകളാണ് അന്ന് വർദ്ധിച്ചു വരുന്നത് കേട്ടോ. ഒന്ന് ഇസ്രായേൽ, മറ്റൊന്ന് ഇസ്രായേൽ അല്ലാത്ത ഇതര ലോകജാതികൾ. തേജസ്കരിക്കപ്പെട്ട വിശ്വാസികൾക്ക് ഇത് ബാധകമല്ല. നമ്മൾ ഈ തേജസ്കരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വരുന്നവരാണ്. നമ്മൾ കർത്താവിനോട് സദൃശന്മാരായി തീർന്നവരാണ്. എന്നാൽ ഈ വർദ്ധിച്ചു വരുന്ന ജനങ്ങൾ അന്ന് ജനസംഖ്യയൊക്കെ ഉണ്ടാകുമെന്നും കുടുംബവർദ്ധനം ഉണ്ടാകുമെന്നും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരുടെ കാര്യമല്ല. ഇസ്രായേലിലെയും ആ ജാതികളിൽ നിന്നും സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് ചേർക്കപ്പെടുന്ന തേജസ്കരിക്കപ്പെടാത്ത സാധാരണ ഇപ്പം നമുക്കുള്ള പോലുള്ള ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ്. അവരങ്ങനെ വർദ്ധിച്ചു വരികൊണ്ടിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സക്കറിയ പ്രവചനത്തിൽ നമുക്ക് വായിക്കാം 10-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെ. സക്കറിയ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെ. ഓക്കെ, മതി. അവർക്ക് ഇടം പോരാതെ വരും. പല സ്ഥലങ്ങളിൽ അവരെ കൂട്ടി, അതായത് ഇസ്രായേലിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ വാക്യത്തിൽ സഖറിയാവ് എടുത്ത് പറയുന്നത് ഇസ്രായേലിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെറിയ ഗ്രൂപ്പാണെങ്കിലും കാലക്രമേണ അവരെങ്ങനാവും? വർദ്ധിച്ചു പെരുകിട്ട് ഇടം പോരാതെ, ഇസ്രായേൽ ദേശത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ഭൂമിയെ മൊത്തത്തിലല്ല. ഇടം പോരാതെ വരുമ്പോൾ ദേശം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറയത്തക്ക രീതിയിൽ അവർ വർദ്ധിച്ചു വരികാനായിട്ട് ഇടയാകും. അവരെല്ലാം ആരോഗ്യവാന്മാരായിരിക്കും. അംഗവൈകല്യങ്ങളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ആ 1000 ആണ്ട് വർഷക്കാലം ഭൂമിയിലില്ല. അതുമാത്രമല്ല ദീർഘായുസുള്ളവരുമായിരിക്കും. മുമ്പൊരു ക്ലാസ് നമ്മളത് ചിന്തിച്ചു, അതുകൊണ്ട് അതേക്കുറിച്ച് വീണ്ടും പറയുന്നില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആയിരിക്കും എന്ന് പറയും. ബാലൻ 100 വയസ്സുള്ളവനായിരിക്കും. ഏറ്റവും ബാലൻ്റെ പ്രായം 100 വയസ്സ്. ഇന്ന് വൃദ്ധൻ്റെ പ്രായം 70-80. അപ്പം 100 എന്ന് പറഞ്ഞാൽ അതിന് ഓവർ. എന്നാൽ അന്ന് കൊച്ചുകുട്ടിയുടെ പിള്ളേരുടെ പ്രായമാണ്, ഓടിക്കളിക്കുന്ന പിള്ളേരുടെ പ്രായമാണ് 100 വയസ്സ്. അപ്പോൾ 1000 ആണ്ട് വർഷക്കാലത്തെ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും ഒക്കെ അവസ്ഥയൊന്ന് നോക്കിയേ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥിതിയായിരിക്കും. ദൈവം ആ രീതിയിൽ ഭൂമിയിൽ മാറ്റം വരുത്തും, ജനസമൂഹത്തിൽ മാറ്റം വരുത്തും. ഇത് മനുഷ്യർക്ക് മാത്രം വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. പിന്നാലെ നമുക്ക് വേറെ ചില മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഈ ഭൂമിയുടെ ശാപം മാറുന്ന അനുഗ്രഹീതമായ ഒരു കാലയളവായിരിക്കും അത്. ഭൂമിയുടെ ശാപം അന്ന് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് മാറി അനുഗ്രഹവും ഫലഭൂഷ്ടവുമായ ഒരു സ്ഥിതി വരും. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? 55-ന്റെ 13 വായിച്ചേ? കീർത്തിയായും ശാശ്വതമായ ഒരു അടയാളവുമായിരിക്കും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. മുള്ളും പറക്കാരയും. ഈ മുള്ളും പറക്കാരയും ബൈബിളിൽ ആദ്യം പറഞ്ഞേക്കുന്നത് എവിടെയാണെന്നറിയാം? ഉൽപ്പത്തിയില്ല. അത് എപ്പോഴാണ് പറഞ്ഞേക്കുന്നത്? അതിൻ്റെ പശ്ചാത്തലം എന്തുവാ? ആദാം പാപം ചെയ്ത് ശിക്ഷാർഹനായി തീർന്നപ്പോൾ ദൈവം ആദാമിനെ ശപിച്ചു, പാമ്പിനെ ശപിച്ചു, ഭൂമിയെയും ശപിച്ചു. ആദാമിനോട് ദൈവം പറയുകയാണ്, ഉൽപ്പത്തി 3:18 എഴുതിയിരിക്കുന്നത്. വായിച്ചാട്ടെ, ഉൽപ്പത്തി 3:18. മുള്ളും പറക്കാരെയൊക്കെ ഉണ്ടായി വന്നത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട് ചരിത്രം. ഉൽപ്പത്തി 3:18.
ഈ പാപം ചെയ്തതിന് ശിക്ഷയായിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്താകുമ്പോൾ ദൈവം ആദാമിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് എന്തുണ്ടാകും? മുള്ളും പറക്കാരും ഉണ്ട്. അതിന് മുമ്പ് ആ സാധനം ഇല്ലായിരുന്നു. പിന്നെ എവിടെ നോക്കിയാലും മുള്ള, അല്ലയോ? എത്ര മുള്ളും പറക്കാരെയൊക്കെ പറിച്ചു കളഞ്ഞ് കൃഷി ചെയ്താലും നമ്മൾ കപ്പ ഇട്ടാൽ കപ്പ കിളുത്ത് വരുന്നതിന് മുമ്പേ കളയെല്ലാം കൂടി കയറി വരും. തൊടലി മുള്ളും തൊട്ടാവാടി മുള്ളും ഒത്തിരി മുള്ളുകളുണ്ട് കേട്ടോ. അങ്ങനെ മാരക വിഷമുള്ള മുള്ളുകളുണ്ട്. ഈ മുൾച്ചെടികളൊക്കെ ഇങ്ങനെ വന്നാനിടയായത്. മുള്ളും പറക്കാരും മനുഷ്യന് ദോഷം ചെയ്യുന്ന, മുറിവേൽപ്പിക്കുന്ന, നാശകരമായ കൃഷിയെ ബാധിക്കുന്നതാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. കൈയിൻ്റെ കാര്യം വരുമ്പോൾ ദൈവം അവനോട് പറയാൻ, ഇനി ഭൂമി അതിൻ്റെ വീര്യം നിനക്ക് തരത്തില്ല. ഈ രക്തം വീണ ഭൂമിയിൽ ഇനിയും അതിൻ്റെ പുഷ്ടി നിനക്ക് കിട്ടത്തില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് മുള്ളും പറക്കാരെയൊക്കെ ഉണ്ടായി വന്നത്. ശാപം മാറുന്ന അവസ്ഥയാണ് കർത്താവിൻ്റെ ഭരണകാലത്ത് വരാൻ പോകുന്നത്. അതെന്തുകൊണ്ട് മാറുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ശാപവും ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവായ യേശു കുരിശിൽ മരിച്ചത്. മുള്ളിൻ്റെ ഒരു കിരീടം തലയിൽ വെച്ചുകൊണ്ടാണ് പുള്ളി ബഹുമാനിക്കപ്പെട്ടത്, അല്ല അപമാനിക്കപ്പെട്ടത്, ഇല്ലയോ? പടയാളികൾ എന്ത് ചെയ്തെന്നാണ് വായിക്കുന്നത്? മുള്ളുകൊണ്ട് ഒരു കിരീടം പറഞ്ഞ് തലയിലോട്ട് വെച്ചു. പിന്നെ കയ്യിലൊരു കോല് കൊടുത്തു. ചെങ്കോലല്ല, വെറും ഒരു കമ്പ. എന്നിട്ട് മുട്ടുകുത്തി എന്താ പറഞ്ഞേ? യഹൂദന്മാരെ രാജാവെ ബഹുമാനിക്കുകയായിരുന്നു, അപമാനിക്കുകയായിരുന്നു? അപമാനിക്കുകയായിരുന്നു. ആരെയാ അപമാനിച്ചേ? ബഹുമാനിക്കേണ്ടവനെയാണ് അപമാനിച്ചത്. ഇന്ന് തന്നെയാണ് നടക്കുന്ന ലോകത്തിൽ. ആദരിക്കപ്പെടേണ്ടവൻ അപമാനിക്കപ്പെടുന്നു. എന്നാൽ അന്ന് അവർ മുൾക്കിരീടയും ചെങ്കോലും ഒക്കെയാണ്, വെറും കമ്പൊക്കെയാണ് കൊടുത്തതെങ്കിലും, ജയ ജയാന്ന് പറഞ്ഞ് പരിഹസിച്ചെങ്കിലും അവിടുന്ന് രാജാതി രാജാവായി അനേകം രാജമുടികൾ ശിരസിൽ ധരിച്ചവനായിട്ട് മടങ്ങി വരും. അന്ന് ഈ മുട്ടുകുത്തിയവരൊക്കെ വീണ്ടും കുത്തും. എന്തിനാ? ശരിക്കും പറയാൻ, രാജാവേ നമസ്കാരം എന്ന് പറയാൻ. എന്നിട്ട് കൊട്ടാരത്തിലോട്ട് പോകാനല്ല, ശിക്ഷാവിധിയിലേക്ക് പോകാൻ. അന്ന് പരിഹാസത്തോടെ കർത്താവിനോട് പറഞ്ഞവർ, ഇനി ഒരിക്കൽ അവൻ ന്യായാധിപനായി വെളിപ്പെടുമ്പോൾ അവൻ്റെ ന്യായസിംഹാസനത്തിന് മുമ്പാകെ നിന്ന് അവിടുന്ന് നീതിയുള്ള ന്യായാധിപനാണെന്ന് സമ്മതിച്ചേറ്റു പറഞ്ഞ് മുമ്പിട്ട് ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. എത്ര കൃത്യമാണ് നടക്കും. അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ പ്രതീകമായ, ലോകത്തിൻ്റെ ശാപത്തിൻ്റെ പ്രതീകമായ മുള്ളുകൊണ്ടുള്ള കിരീടവും ചുമന്നുകൊണ്ടാണ് അവൻ ക്രൂശിലേക്ക്. ആ മുള്ളിൻ്റെ കിരീടം അവൻ്റെ ശിരസിലോ ചാഞ്ഞടിച്ചപ്പോൾ, കോലുകൊണ്ടടിച്ചപ്പോൾ രക്തം വാർന്നൊഴുകിയ രംഗമാണ് കാൽവറിയിൽ നമ്മൾ കാണുന്നത്. അത് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പ്രാണനാഥം ചെയ്തതാണ്. അതിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് പാപക്ഷമയും നിത്യജീവനും കിട്ടി നമ്മൾ ദൈവമക്കളായി, അല്ല വേറെ നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല. അങ്ങനെ നമ്മുടെ ശാപം, ആ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്കുക. ഒരു വാക്യം കൂടെ വായിക്കുക, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ഗലാത്യർ 3:13. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്കുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആദാമിന്റെ പാപം മുഖാന്തരമായ ശാപം ഭൂമിയിലുണ്ടായി, ഒന്നാം മനുഷ്യൻ മുഖാന്തരം. എന്നാൽ ഒടുക്കത്തെ ആദാം ആ ശാപം പരിഹരിപ്പാനായിട്ട് ശാപത്തിന്റെ പ്രതീകമാകുന്ന നമ്മൾ കിരീടവും ചൂടി ആ മലമുകളിലേക്ക് കടന്നുപോയി. അവിടുന്ന് ക്രൂശിതനായി കഷ്ടമനുഭവിച്ച രക്തം വീർത്ത് നമുക്കായി തന്റെ ജീവനെ വെടിഞ്ഞ് വീണ്ടെടുപ്പ് മാർഗം ഒരുക്കി, പാപപരിഹാരം ഒരുക്കി. ആ തിരുരക്തത്താൽ നമുക്ക് ശുദ്ധീകരണം തന്നു, ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചു, ദൈവമക്കളാക്കി നമ്മെ തീർത്തു. ആ ശാപത്തിന് നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി, നമ്മളെ വിടുവിച്ചു, റിലീസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ശാപത്തിന്റെ കീഴിലല്ല. രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ശാപത്തിന്റെ കീഴില. അതാ പ്രാരംഭത്തിൽ നമ്മൾ ഓർത്ത ക്ഷുദ്രവും മന്ത്രവും ഒക്കെ കേൾക്കുന്നതിന്റെ രഹസ്യം അതാ. എന്നാൽ കർത്താവ് നമ്മളെ ശാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയതുകൊണ്ട് ഇനി ഒരു ക്ഷുദ്രവും മന്ത്രവും ഒരു ശാപവും നമുക്ക് ബാധകമല്ല. ഈ കൃപയിൽ നിൽക്കുന്നിടത്തോളം, കൃപയിൽ നിന്ന് വീണുപോയാൽ ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിട്ട് കർത്താവിനെ സേവിച്ച് ക്രിസ്തീയ ശുശ്രൂഷയിലും ആരാധനയിലും ആത്മീയ ജീവിതത്തിലും മുന്നോട്ട് പോകാൻ നമുക്കിടയായിത്തീരണം. അപ്പോൾ ഈ ശാപം വന്നത് പാപം മുഖാന്തരമാണ്. കർത്താവായ യേശു പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശാപശിക്ഷകൾ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചപ്പോൾ ആ ശാപത്തിന്റെ പരിഹാരം വന്നു, നമ്മളെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. അത് ഭൂമിയിൽ നിവൃത്തിയാകുന്നത് എപ്പോഴാണ്? നമ്മുടെ കർത്താവായ യേശു 1000 വർഷം ഈ ഭൂമിയിൽ ഭരണമേൽക്കാൻ വരുമ്പോൾ. അന്ന് നമ്മൾ യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ആദ്യം വായിച്ചതുപോലെ മുള്ളിന് പകരം എന്തുണ്ടാകും? സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് ഉണ്ടായി വരും. വീണ്ടും എന്താ പറഞ്ഞേക്കുന്നത്? അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായിട്ടും ഇരിക്കും. ശാപം മാറിയ അനുഗ്രഹം എന്നുള്ളൊരു തെളിവാണ്.
ഇത് ഭാഗികമായിട്ടേ 1000 ആണ്ട് വാഴ്ചയിൽ നടപ്പിലാകുന്നു. അതിൻ്റെ സമ്പൂർണ്ണ നിവൃത്തി എന്നാണെന്ന് ചോദിച്ചാൽ പുതിയ ഭൂമിയിലാണ്. അത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വചനത്തിലുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. വെളിപ്പാട് 22:3. പുതിയ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. പുതിയ ഭൂമിയെക്കുറിച്ച് പറയുമ്പോഴാണ് അവൻ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. മതി. ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ലെന്നാണ് പറയുന്നത്. എപ്പോൾ? പുതിയ ഭൂമിയിൽ നിത്യതയിൽ നമ്മൾ കർത്താവിനോടുകൂടെ ആയിരിക്കുമ്പോൾ ശാപമില്ലാത്ത ഒരു പുതിയ ഭൂമി. ആദാമിക ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിയുടെ റിനോവേഷൻ ഇപ്പോഴുള്ളതൊക്കെ ജലപ്രളയം വന്നെങ്കിലും പിന്നീടുള്ള ഈ റിനോവേഷനൊക്കെ നടന്നെങ്കിലും സെയിം ഭൂമിയാണ്. ശാപം ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു. ആ ശാപത്തിൽ നിന്ന് മോചനം കിട്ടിയത് യേശുവിൻ്റെ വിശ്വാസത്താൽ, യേശുവിൻ്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ്. അല്ലാത്തവരെല്ലാം ഇപ്പോഴും ആ ശാപത്തിൻ്റെ കീഴില്ല, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് കീഴില്ല. ആ ശാപത്തിന് കീഴിൽ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ സ്വതന്ത്രരാക്കിയതുകൊണ്ട് നമ്മുടെ ശാപം മാറി. ആ ശാപ മാറിയ അനുഭവത്തിൻ്റെ അനുഗ്രഹപൂർണമായ ഭൂമിയുടെ അവസ്ഥയാണ് 1000 ആണ്ട് വാഴ്ചയിൽ. മുള്ളില്ല, പറക്കാരകളില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ദോഷവും നാശവുമായ ഒന്നും ആ കാലയളവ് ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. ഭൂമിയുടെ ജിയോ പൊളിറ്റിക്സിലും ബയോളജിക്കലായിട്ടും അതുപോലെ കോസ്മോളജിക്കലായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യനിലും ജീവജാലങ്ങളിലും ഇത് മാറ്റം ഉണ്ടാക്കും. മനുഷ്യൻ്റെ ആയുസിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. സസ്യലോകത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് നമ്മൾ മനുഷ്യൻ്റെ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഒറ്റവാക്കി പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച കാലത്ത് ഭൂമി മുഴുവൻ ഏദൻതോട്ടം പോലാകും. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. വാക്യങ്ങൾ പലതുണ്ടാകും. ഏദൻതോട്ടം പോലാകുന്നൊരു വാക്യമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഏദൻതോട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? മനോഹരമായ വൃക്ഷങ്ങളും സസ്യങ്ങളും പൂക്കളും പഴങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു ഇടമല്ല. അത് ആ മനുഷ്യന് വേണ്ടി ദൈവം ഉണ്ടാക്കി കൊടുത്ത് അവിടെ നല്ലൊരു ഫ്ലാറ്റും പിന്നെ അതിനകത്ത് കുറേ ആധുനിക സംവിധാനങ്ങളുമായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഒരു സംഗതിയെ അവിടെ ഇല്ലായിരുന്നു. മനുഷ്യന് വസിക്കുവാൻ ദൈവം ഒരുക്കിയത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന പ്രകൃതി സൗഹൃദ ജീവിത സംവിധാനമായിരുന്നു. 1000 ആണ്ട് വാഴ്ചയിലും അതുപോലാകും. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം തന്നെ അതിൻ്റെ 62-ാം അധ്യായത്തിൻ്റെ 8-9 ഒന്ന് വായിക്കും. അന്ന് മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിഫലങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എങ്ങനെയായിരിക്കും? അനുഗ്രഹപൂർണ്ണമായിരിക്കും. മറ്റുള്ളവർ അപകരിച്ചുകൊണ്ട് പോവുക, നഷ്ടപ്പെടുക. ഇസ്രായേലിൻ്റെ അടിമത്ത കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പ്രവാചകൻ ഇസ്രായേലിനോട് ഇതൊക്കെ പറയുന്നത്. എന്നാൽ അന്ന് അങ്ങനല്ല. നിങ്ങൾ അധ്വാനിക്കും, നിങ്ങൾ തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കും. അതായത് മാത്രമല്ല, ശാപം മാറിയതുകൊണ്ട് 100 മേനി ഫലവും കിട്ടും. ബൈബിൾ ചരിത്രത്തിൽ ഒറ്റ പ്രാവശ്യമേ 100 മേനി വിളവുണ്ടതായിട്ട് വായിക്കുന്നുള്ളൂ. അതെന്നാണെന്നറിയാമോ? അറിയാമെങ്കിൽ പറ. ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട് 100 മേനി വിളവ് കിട്ടിയത്. ഏതാ? ഇസ്ഹാക്ക്? ഓക്കെ, കറക്റ്റ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ഹാക്ക് ആ ക്ഷാമം വന്നപ്പോൾ ഇസ്ഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ നിന്റെ കാര്യം ഏറ്റെടുത്തു. അപ്പം പോയ പോലൊന്നും അങ്ങോട്ടൊന്നും പോകണ്ട, അന്യനാട്ടിലേക്ക് അങ്ങോട്ട് ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. ദേശത്ത് ഇസ്ഹാക്ക് വിതച്ചു. എന്താ കിട്ടി? 100 മേനി വിളവ് കിട്ടി. അതായത് പാപം പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ആ അവസ്ഥയിലേക്ക് തിരിച്ചു ഒറ്റ പ്രാവശ്യം. ഇത് സാധ്യമാണെന്ന് ദൈവം ഒരു സാമ്പിൾ കാണിച്ചു കൊടുത്തു, അല്ലേ? അത് എന്തും സാധ്യമാണെന്നുള്ള തെളിവ് 1000 വർഷവും ഇത് തന്നെയായിരിക്കും സ്ഥിതി. 100 മേനി വിളവാണ്. 100 മേനി വിളവ് കിട്ടിയാൽ പിന്നെ മനുഷ്യൻ്റെ സ്ഥിതി എന്താ? പഞ്ഞമുണ്ടോ? ക്ഷാമമുണ്ടോ? ദാരിദ്ര്യമുണ്ടോ? സാമ്പത്തിക മാന്യതയുണ്ടോ? എക്കണോമിക്കൽ കണ്ടീഷൻ വളരെ അങ്ങ് ഡെവലപ്പ് ചെയ്യും. സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറും. പിന്നെ നമ്മുടെ സർക്കാരുകൾ, നമ്മുടെ നല്ല ഭൂലോക ഗവൺമെൻറ്റുകളെല്ലാം കടത്തില്ല. അവിടെ നിന്നും കടമെടുത്ത് ഇവിടെ നിന്നും കടമെടുത്ത് കടത്തല്ല, നമ്മളാണ് ഇത് കിട്ടേണ്ടത്. കൊടുക്കുന്ന ടാക്സ് ഒന്നും തികയത്തില്ല. അതുകൊണ്ട് പിന്നെയും ടാക്സ് വർദ്ധിപ്പിക്കാത്തതനുസരിച്ച് പിന്നെയും വില കൂടിക്കൊണ്ടിരിക്കുക. ഇത് അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എല്ലാം കൂടി ഒരു കുഴപ്പത്തിൽ ചെന്ന് ചേരുകയും ചെയ്യും. എന്നാൽ ആ കാലം അങ്ങനെയല്ല, നേരെ വിപരീതമാണ്. സമ്പൽ സമൃദ്ധിയുടെ കാലമായിരിക്കും. ശാപം മാറിയ ഭൂമിയിൽ ധാന്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം സമൃദ്ധിയായി. അത് ഓരോന്നിനെയും തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പിന്നാലെ ചിന്തിക്കാം. അന്ന് കൃഷി ചെയ്യാൻ ആളുണ്ട്, കൃഷി ചെയ്താൽ ഫലമുണ്ട്. ഇന്ന് കൃഷി ചെയ്യാൻ ആളില്ല, തലം കിടപ്പുണ്ട്, ഇല്ലയോ? മനോഹരമായ നെൽവയലുകളും ഒക്കെ ചുമ്മാ പാഴായിട്ട് കിടക്കുക, പണിയെടുക്കാൻ ആളില്ല. ജോലി ചെയ്യാതെ കൂലി വേണമെന്ന് പറയുന്ന തൊഴിലാളി സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊടി പിടിക്കും, സമരം ചെയ്യും, എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാം വെട്ടിമുറിച്ച് നശിപ്പിച്ച് നാശമാക്കിയിട്ട് പോകും. അതാണ് ഇന്നത്തെ ഇസങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദോഷം. ദൈവത്തിൻ്റെ സ്തോത്രം, ആ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളില്ലല്ലോ. കർത്താവിന് മഹത്വം. വഴക്കുണ്ടാക്കാനും കൊടി കുത്താനും ഒന്നും ഒറ്റ ഒരുത്തനും അവിടെ കാണത്തില്ല. എല്ലാത്തിനെയും ഞുള്ളിപ്പറക്കി
രാജ്യസ്ഥാപനത്തിന്റെ ആരംഭത്തിൽ തന്നെ അർഹതപ്പെട്ട സ്ഥലത്തേക്ക് തള്ളിയേക്ക് ആ രാജ്യം സ്ഥാപിച്ചു. പിന്നെ അവിടെ വന്ന് കൊടി പിടിക്കാനൊന്നും പറ്റിയത് കേട്ടോ. അത് ഇവിടെയൊക്കെ പറ്റുമോ? പിടിച്ചോ, ഇപ്പോൾ പിടിച്ചോ, ഇതിനൊക്കെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയമാണ്. എന്നാൽ ഇതിനൊക്കെ കണക്ക് പറയേണ്ടതായിട്ട് വരും. എല്ലാവർക്കും ഇതൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. നീതിയോടെ ന്യായത്തോടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികളായാലും ഭരണാധികാരികളായാലും മതസംഘടനകളായാലും ആരായിരുന്നാലും സർവശക്തനായ ദൈവത്തോട് കണക്ക് പറയണം. ദൈവം ഒരു ജീവിതം ഈ ഭൂമിയിൽ തന്നെ എന്നെയും നിങ്ങളെ ആക്കിയിരിക്കുന്നത് ദൈവാഭിമുഖ്യമുള്ള ദൈവഹിതപ്രകാരം ഒരു ജീവിതം നയിക്കാൻ, ഇഷ്ടം പോലെ ജീവിക്കാനല്ല. ഇഷ്ടം പോലൊക്കെ ജീവിക്കുന്ന എപ്പോഴാണ്? നല്ല ചോരയും നീരൊക്കെ ഉള്ളപ്പോൾ ഓടിക്കാടി നടക്കുമ്പോഴല്ലയോ? ഒന്ന് കിടന്നു നോക്കണം. അപ്പോൾ ഇഷ്ടം പോലെ ഒന്നും നടക്കത്തില്ല. അങ്ങനെ കിടന്ന് വിമിഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. അതൊരു മുന്നറിയിപ്പാണ്, സൂക്ഷിച്ചുകൊള്ളുക. ദൈവം തന്ന ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും ദൈവത്തെ ഭയപ്പെട്ട നീതിയോടെ ജീവിക്കണം. മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ മിക്കവാറും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണത്. അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും സതീശൻ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: മനുഷ്യ, ദൈവം നിനക്ക് നല്ലത് പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും ന്യായം പ്രവർത്തിക്കുവാനും അല്ലയോ നിന്നോട് ആവശ്യപ്പെടുന്ന, ഇതല്ലാതെ വല്ലതും ചോദിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനി അല്ലാത്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പല പ്രാവശ്യം ഈ മീഖാ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ച് പ്രസംഗിച്ച് യൂട്യൂബിലേക്ക് കിടക്കുന്നു, എടുത്തു നോക്കും. അങ്ങനെയൊക്കെ ആ ബോധ്യമുണ്ട്. നമുക്കുണ്ടോ? ക്രിസ്ത്യാനികളാന്ന് പറയുന്ന മതനേതാക്കന്മാർക്കുണ്ടോ? അടി കൂടുന്ന സംഘടനാ തലവന്മാർക്കുണ്ടോ? മനുഷ്യ, നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു വന്നിരിക്കുന്നു. നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ താഴ്മയോടെ നടക്കാനും ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനുമാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ വല്ലതും ഉണ്ടോ? താഴ്മയോടെ നടക്കേണ്ടടുത്ത് ആ പൊങ്ങി ഇളകി നടക്കുന്നത് ഇല്ലയോ? ആ പൊങ്ങച്ചവും അഹങ്കാരവും ഒക്കെ കണ്ട ചിലരുടെ ധാർഷ്ട്യം, രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഉണ്ട് ചില ധാർഷ്ട്യക്കാർ. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഭരണകാലത്ത് ഈ പറഞ്ഞ സംഗതികളൊന്നും ഉണ്ടാകുകയില്ല. അവിടെ തൊഴിലാളി സമരവുമില്ല, മുതലാളി സമരവുമില്ല, അവിടെ കലാപങ്ങളുമില്ല, വിപ്ലവങ്ങളുമില്ല. സമാധാനത്തിൻ്റെ നിർഭയത്വത്തിൻ്റെ ആ കാലത്ത് സമൃദ്ധിയുടെ ഒരു കാലയളവായിരിക്കും. ആർക്കും ഒന്നിനും ഒരു ദാരിദ്ര്യമോ പഞ്ഞമോ ഇല്ലാത്ത അനുഗ്രഹീതമായ ഒരു കാലയളവായിരിക്കും നമ്മുടെ കർത്താവ് ഭൂമിയെ ഭരിക്കുമ്പോൾ. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ അതിനോട് ചേർത്ത് വായിച്ചു. 35-1-2. ഒന്നിനും കൊള്ളാത്ത പാഴ്ഭൂമികളെ കുറിച്ചാണ് പറഞ്ഞത്. മരുഭൂമി, നിർജ്ജന പ്രദേശം, ഇവിടെയൊക്കെ വരാൻ പോകുന്ന മാറ്റം. മനോഹരമായ പൂന്തോട്ടങ്ങളെ പോലെ എന്തോ നട്ടുപിടിപ്പിച്ചാലും വളർന്ന് ഫലം തരുന്ന അവസ്ഥയിലേക്ക് ഭൂമി മാറും. ശാപം മാറിയതാണ് അതിൻ്റെ കാരണം. മുമ്പ് നമ്മൾ ഓർത്തതാണ് ആ വിഷയം. 31-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുക. ഇരമ്യാവ് 31-5. ഇരമ്യാവ് 31-5. അപ്പോൾ ആ കാലത്ത് എല്ലാം അനുഗ്രഹപൂർണമായ അവസ്ഥയിലേക്ക് മാറും. ദൈവം സമൃദ്ധി നൽകും. അതിൻ്റെ കാരണം ഭൂമിയുടെ ശാപം മാറി എന്നുള്ളതാണ്. ഇന്നത്തെ ശാപം മുഖാന്തരമാണ് ഈ നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും എന്തെല്ലാം പരിശ്രമം ചെയ്തിട്ടും ഹൈഹിലും എന്തെല്ലാം സംവിധാനം ഉണ്ടാക്കിയിട്ടും പറ്റുന്നില്ല. ടിഷ്യൂ കൾച്ചറും എത്രയെല്ലാം പുതിയ കാർഷിക സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിളവ് വർദ്ധിപ്പിക്കാനൊക്കെ കുറച്ചൊക്കെ മാറ്റമുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന അളവിലേക്കൊന്നും വളർന്നു വരുന്നില്ല, വികാസം പ്രാപിക്കുന്നില്ല. കാരണം മനുഷ്യൻ്റെ ഈ എല്ലാ പരിശ്രമങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ശാപമാണ് അതിൻ്റെ കാരണം. എന്നാൽ ശാപമില്ലാത്ത ഭൂമിയിൽ ശാപം മാറിക്കഴിയുമ്പോൾ ഭൂമി 100% അതിൻ്റെ വീര്യം മനുഷ്യന് വീണ്ടും കൊടുക്കും. ഇസഹാക്കിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ. ഇസഹാക്കിൻ്റെ കാലത്ത് പറഞ്ഞാൽ ഒരു പ്രാവശ്യമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ, എല്ലാ കൊല്ലമൊന്നുമില്ല, ഒരു പ്രാവശ്യമേ അങ്ങനെ സംഭവിച്ചുള്ളൂ. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ എല്ലാ വർഷവും അങ്ങനെയായിരിക്കും, എല്ലാ കാലത്തും അങ്ങനെയായിരിക്കും. 72-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യത്തിൽ പ്രവർത്തിക്കുന്നത് അന്നങ്ങനെ നിവൃത്തിയാവും. സങ്കീർത്തനം 72-16. ഇവിടെയും മതി. ദേശത്തിൽ പർവ്വതത്തിൻ്റെ മലമണ്ടേ വരെ എന്തോ ഉണ്ടാവുന്ന ധാന്യ സമൃദ്ധി ഉണ്ടാകും. നല്ല വയൽപ്രദേശത്ത് മാത്രമെന്നല്ല, ഭൂമി എല്ലായിടവും ഫലപുഷ്ടമാവുമെന്ന് അതിൻ്റെ അർത്ഥം. കുന്നും മലയും താഴ്വരയിൽ നിന്നും വ്യത്യാസം ഇല്ല. സകല പ്രദേശങ്ങളിലും അനുഗ്രഹപൂർണമായ അവസ്ഥ ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് ഒന്നിനും ഒരു ഷോർട്ടേജ് ഉണ്ടാകത്തില്ല. വിലക്കയറ്റം ഒന്നും പേടിക്കേണ്ട പ്രശ്നമേ വരുന്നില്ല. പിന്നെ പൂഴ്ത്തിവെപ്പെന്ന് പറയുന്ന സമ്പ്രദായമോടില്ലല്ലോ. പൂഴ്ത്താൻ ആരായിരിക്കുന്നത്? ഒരൊറ്റ അക്രമിയും ദുഷ്ടനോടില്ല. എല്ലാം നീതിയോടെ സുതാര്യമായി ന്യായമായി കാര്യങ്ങൾ നടക്കുന്ന മശിഹായുടെ രാജ്യം, അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലയളവായിരിക്കും. ആ കാലയളവിലേക്കാണ് ദൈവ മനുഷ്യനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. മീഖാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചു. മീഖാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം.
ആ ആ ആ മതി. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്ത കാര്യമാണ്. എന്തോ അരുളി ചെയ്തേക്കുന്നത്? കാരണം ഓരോരുത്തരും താൻ്റെ അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും മുന്തിരിവള്ളിയുടെ കീഴിലും പാർക്കും, തണലുമായിരിക്കും. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും ബൈബിൾ ചരിത്രത്തിലെ 3 പ്രധാന ചെടികൾ, സസ്യങ്ങൾ ഇസ്രായേലിനോട് ബന്ധപ്പെട്ടവ. അത്തി, മുന്തിരി, ഒരെണ്ണം കൂടെ ഒലിവ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നാലെ വായിക്കാം. ഇത് 3 ഇസ്രായേലിലെ 3 അവസ്ഥകളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ അത്തിവൃക്ഷത്തിൻ്റെ മുന്തിരിവള്ളിയുടെയൊക്കെ കീഴിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സമാധാനപൂർണ്ണമായ അവസ്ഥയെ കാണിക്കും. ഒന്നാമത് അതിൻ്റെ ഫലസമൃദ്ധിയെ കാണിക്കുന്നു. രണ്ടാമത് ആരും പേടിക്കാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, നല്ലൊരു കാലമാണ്. പുതിയ നിയമത്തിൽ ഒരു ഉദാഹരണം പറയാം. യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നുണ്ടല്ലോ. യേശു കർത്താവ് നഥനയേൽ തൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ പറഞ്ഞ കാര്യം. നഥനയേലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വരുന്നത് കണ്ടപ്പോൾ യേശു എന്താ പറഞ്ഞത്? അതുകൊണ്ട് അതല്ല ആദ്യം പറഞ്ഞത്, ഇവനാണ് സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. കർത്താവിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ നഥനയേൽ അങ്ങ് വളരെ സന്തോഷം. അയ്യോ, എന്നെ നേരത്തെ അറിയാമോ? കാരണം ഇവർ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നഥനയേൽ വിചാരിച്ച എങ്ങനെ എന്നെ പരിചയമില്ലാത്ത ഈ പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇപ്പം സാക്ഷാൽ ഇസ്രായേലിൽ ഇവന് കപടമില്ലെന്നൊക്കെ പറഞ്ഞു. നമ്മളെ വേണ്ടി വന്നേ അങ്ങനെ പറയുന്നത്. കർത്താവേ നമ്മളെ നോക്കിയിട്ട് മനസ്സിലായല്ലോ സംഗതി. അതുകൊണ്ടാണ് ഇതിനെ ചോദിച്ചത്, എപ്പോഴാ എന്നെ എവിടെ തെറ്റി, എങ്ങനെ അറിയാം, എങ്ങനെയാ പരിചയം? അപ്പോഴെന്താ പറഞ്ഞത്? വായിക്കാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. യോഹന്നാൻ 1:48. ആ ആ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് കർത്താവ് പറഞ്ഞു. അത് തൻ്റെ പ്രീ നോളജാണ്, മുന്നറിവാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കാതെ മനസ്സിലാക്കാനുള്ള തൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ്. ദൈവം എന്നുള്ള നിലയിൽ തനിക്ക് സകലതും അറിയാം. അടുത്ത് പോയി നോക്കണമെന്നൊന്നുമില്ല, ആരും പറഞ്ഞു കൊടുക്കണമെന്നില്ല. നമുക്ക് ആരെയും റെക്കമെൻഡ് ചെയ്യാതെ നമ്മൾ ആരാണെന്ന് നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം. നീ അത്തിയുടെ കീഴിലിരിക്കും, അതാണ് നമ്മുടെ സന്ദർഭം. അത്തിയുടെ കീഴിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അവസ്ഥയുള്ള സ്ഥലമാണ്. അത് പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, ഇസ്രായേൽ ദേശത്തൊക്കെ അങ്ങനെ. അത് സമാധാനമുള്ളതിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ ശത്രുക്കളില്ല, യുദ്ധമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കണ്ട. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ അത്തിയുടെ കീഴിലും മുന്തിരിവള്ളിയുടെ കീഴിലൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കുക എന്നുള്ള ആ മീനിങ് അല്ല, പക്ഷേ അന്നത്തെ സമാധാനപൂർണ്ണമായ ജീവിതത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം ഒരു കാലത്തുണ്ടായിരുന്നു. ഭാവിയിലൊക്കെ സംജാതമാകും മശിഹായുടെ രാജ്യത്തിൽ. ഇന്ന് വീട് പോലും പൂട്ടിയിട്ടേച്ചിരുന്നാൽ തന്നെ പേടിയാണ്. അപ്പോൾ പിന്നെ തുറന്നിട്ടേച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതാണ് കണ്ടീഷനെങ്കിൽ പിന്നെ മരത്തിൻ്റെ ചോട്ടിൽ പോയി എങ്ങനെ ഇരിക്കാനാണ്? ഇരുന്നാൽ പിന്നെ തിരിച്ചു വരുമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. അവിടുന്ന് തന്നെ പൊക്കിക്കൊണ്ട് പൊക്കളെ അക്കളയുള്ള അങ്ങനെയുള്ള കിഡ്നാപ്പും പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. അത്രയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ വിധമാകുന്ന ഭീകരാന്തരീക്ഷങ്ങളൊന്നും ആ കാലത്ത് ഉണ്ടാകുകയില്ല. നിർഭയമായ മനുഷ്യർക്ക് എവിടെയും വസിക്കാവുന്ന ഒരു സാഹചര്യം സംജാതമാണ്. അതാണ് മശിഹാഭരണത്തിൻ്റെ ശ്രേഷ്ഠത. അത്തിയുടെയും മുന്തിരിവള്ളിയുടെയും അനുഭവങ്ങൾ ഇതുപോലെ ആയിരിക്കും. അതിൻ്റെ ചോട്ടി ഇരുന്ന് വിശ്രമിക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഫലസമൃദ്ധിയും അങ്ങനെ ആയിരിക്കും. സഖറിയ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടെ വായിക്കുക എന്നോട് ചേർത്ത്. സഖറിയാവ് 3:10. മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും കീഴിലേക്ക് ക്ഷണിക്കുമെന്ന്. എന്തിനാണ്? സൽക്കാരത്തിനൊക്കെ. നമ്മൾ വീട്ടിലെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് ചാപ്പാട് കഴിക്കുന്ന പോലെ അന്നത്തെ കാലത്ത് മനുഷ്യർ ഇങ്ങനെയുള്ള ഓപ്പണായിട്ടാണ് നല്ല കാറ്റുമൊക്കെ കൊണ്ട് ഈ പ്രകൃതിയുടെ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഭൂമിയോട് ഇടകലർന്ന സസ്യങ്ങളോടും ജീവജാലങ്ങളോടൊക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു കാലയളവ്. പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, പൊള്യൂഷനൊന്നുമില്ല, ആക്രമിക്കാൻ ആരും വരത്തില്ല, യാതൊരുവിധ ഒന്നിനെയും പേടിക്കാനില്ലാത്ത സന്തോഷപൂർണ്ണമായ നിർഭയതയുടെ ഒരു കാലമായിരിക്കും. ഫിയർലെസ് പീരീഡ്. 1000 വർഷം അത് തന്നെയായിരിക്കും സ്ഥിതി. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഈ അത്തിവൃക്ഷത്തിൻ്റെ മുന്തിരിവള്ളിയുടെയൊക്കെ കീഴിൽ ഇരുന്നുകൊണ്ട് കുശലം പറയാനും സൽക്കാരങ്ങൾ നടത്താനും പ്രാർത്ഥിക്കാനും വേണമെങ്കിൽ ആരാധിക്കാനും എല്ലാത്തിനും അവസരമുണ്ട്, ഇല്ലയോ? നമ്മുടെ സഭ ഈ പ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലത്ത് ഒരു മരച്ചോട്ടില്ല ആരാധനയ്ക്ക് കൂടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം മറ്റു സ്ഥലങ്ങളൊന്നും അനുവദിക്കപ്പെടാത്തതുകൊണ്ടാണ്. അപ്പോൾ സ്ഥലകാല വ്യത്യാസം കൂടാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. കർത്താവിൻ്റെ വാഴ്ചക്കാലത്ത് ഈ അവസ്ഥ വീണ്ടും സംജാതമാകും. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മുന്തിരിയുടെ അനുഭവം വീണ്ടും പറയുന്നുണ്ട്. യോവേൽ 3:18. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിയും. അതിങ്ങനെ പർവ്വതങ്ങളിൽ പുതുവീഞ്ഞ് വരുന്നത്? പർവ്വതങ്ങളിലെല്ലാം മുന്തിരിത്തോട്ടങ്ങളുണ്ടാകും, അവിടെ നിന്ന് എല്ലാം വീഞ്ഞ് കിട്ടുമെന്ന്. ഇന്ന് ഉണങ്ങി വരണ്ട് കിടക്കുന്ന പാറയ്ക്കുണ്ടാകും മുന്തിരി വെള്ളം നടാൻ പറ്റുമോ? നട്ടാൽ വളരുമോ? ഇല്ല. എന്നാൽ ശാപം മാറിയ ഭൂമിയിൽ പർവ്വതമുകളിൽ വരെയും
നല്ല മുന്തിരിത്തോട്ടങ്ങളുണ്ടാകും. അവിടെ നിന്നെല്ലാം പുതിയ പുതിയ വീഞ്ഞ് കിട്ടത്തക്കൊണ്ടും അത് ഫലസമൃദ്ധമായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്, കനാൻ ദേശം ഒറ്റ നോക്കാൻ പോയപ്പോഴേ മോശപ്പെട്ട ആളുകൾ അവർ അവിടുന്ന് ഒരു മുന്തിരിക്കുല ഉണ്ടെന്നാണ് വായിക്കും, ഇല്ലേ? അതെങ്ങനെയാണ് ഉണ്ടെന്ന്? ഒരു മുന്തിരിക്കുല 2 പേര് ഒരു കമ്പ വെച്ച് കെട്ടി ഒരാൾ പുറകിൽ തോളെ വെച്ച് ഒരാൾ മുന്നിൽ. അപ്പോൾ എന്തുമാത്രം വെയിറ്റ് ആയി അവിടുത്തെ മുന്തിരിക്കുല. നമ്മൾ എല്ലാം കണ്ടിട്ടുണ്ടോ? എല്ലാം അരക്കില ചെറിയ മുന്തിരിങ്ങ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പണ്ട് അതുണ്ടായിരുന്നു. വാക്തത്വനാടിൻ്റെ പ്രത്യേകത ഏതാണ്? പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ് കനാൻ ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതാ ദൈവം കൊടുത്തത്. സകല ദേശങ്ങളുടെയും മഹത്വപൂർണ്ണമായ മനോഹര ദേശം, അതാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് കൊടുത്തത്. ദൈവത്തോടുകൂടെ മനുഷ്യൻ ജീവിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിലും അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും. പർവ്വതങ്ങളിൽ പോലും പുതുവീഞ്ഞ് ലഭിക്കുന്ന ശ്രേഷ്ഠമായ അവസ്ഥ. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിച്ച്. ഹഗ്ഗായി 2:19. മതി. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 1000 ആണ്ട് വാഴ്ചയുടെ കാലത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ഥിതിയാണ്. മുന്തിരിവള്ളി, ഒലിവ്, അത്തി, മാതളം, പലസ്തീൻ നാട്ടിലെ വിശേഷപ്പെട്ട ഫലങ്ങളാണ്. ഇതൊക്കെ വളരെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ വളരെ പ്രയോജനം ചെയ്യണം. കിട്ടുമെങ്കിൽ കാശുള്ളവർക്കൊക്കെ മേടിച്ച് കഴിക്കാൻ ഇവിടെ ഇപ്പോൾ കിട്ടും. ഇതൊക്കെ കിട്ടും. പണ്ടൊന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ നമ്മുടെ നാട്ടിലും കിട്ടും. ലോകമെല്ലാം ഒരു മാർക്കറ്റായി മാറിയതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ട് മാതളം, മുന്തിരി, ഒലിവ്, അത്തി എല്ലാം കിട്ടും. ഇതൊക്കെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ ഭക്ഷ്യവസ്തുക്കളാണ്. 1000 ആണ്ട് വാഴ്ച ഈ ദേശത്തെല്ലാം സുലഭമാണ്. ഒരു മൂട് മുന്തിരി നട്ടാൽ മതി, ഒരു മൂട് അത്തി നട്ടാൽ മതി. വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് നാട്ടുകാർക്കും കൊടുക്കാനുള്ള കിട്ടും. അത്ര സമൃദ്ധമായിരിക്കുന്ന ഫലസമൃദ്ധമായിരിക്കുന്ന ഒരു കാലയളവ്. ആത്മീയ ജീവിതം ഇതുപോലെ ഫലകരമായത് നല്ലതായിരുന്നില്ലേ? ശിക്കപ്പെട്ട് വർഷങ്ങളായാലും ഒരു ഫലവുമില്ല, ഒരു പൂവുമില്ല, ഒരു കാര്യമില്ല, ഒന്നുമില്ലാത്ത ആത്മീയ വരൾച്ച അത് മാറണം. ആത്മാവിൻ്റെ ഫലങ്ങളാൽ സമൃദ്ധമായ ആത്മജീവിതം. ഭൗതിക തലത്തിൽ അക്ഷരാർത്ഥത്തിൽ മഹിയായുടെ ഭരണകാലത്ത് ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ ആത്മീയ തലത്തിൽ ആത്മീയ അർത്ഥത്തിൽ ഇന്ന് വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കണം. കാരണം ഒരേ മഹിയായ 2 കൂട്ടരെ ഭരിക്കുന്നു. ഒരേ കർത്താവാണ് നമ്മിൽ വാഴേണ്ടത്. യേശു നമ്മിൽ വാഴുമ്പോൾ, യേശുവിൻ്റെ ഭരണം കർത്തൃത്വം നമ്മിൽ സംജാതമാകുമ്പോൾ, ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായിട്ട് നമ്മൾ മാറുമ്പോൾ ജീവിത പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് വചനം പറയുന്ന മുന്നറിയിപ്പ്. അങ്ങനെയാകുവാൻ നമുക്കിടയായിട്ട്. അത് മാത്രമല്ല, മറ്റു വൃക്ഷങ്ങളെക്കുറിച്ചും വചനം പറയാൻ അതൊക്കെ തഴച്ചു വളരുമെന്ന്. യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 19 വായിച്ച്. 41:19. എല്ലാവരും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ്, സരളമരം. ഇതെവിടാ? മരുപ്രദേശത്ത്, മരുഭൂമിയിൽ ഇതൊക്കെ ഉണ്ടാകും. നല്ല ഫലഭൂഷമുള്ള ഫലത്ത് വരുന്നതാണ് ഇത്രയും മരങ്ങളൊക്കെ. ഇതൊക്കെ വിലയേറിയ മരങ്ങളുമാണ്. ഇതെല്ലാം ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടാകും. ഫലവൃക്ഷങ്ങൾ മാത്രമല്ല, മറ്റെല്ലാ തരം വൃക്ഷങ്ങളും സസ്യങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ദേശത്തെല്ലായിടവും ഉണ്ടായിരിക്കും. ദേശം മുഴുവൻ ഒരു പ്രതീക്ഷയായിട്ട് മാറും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏതെങ്കിലും തോട്ടം പോലാകും സർവ്വഭൂമി. എവിടെ ചെന്നാലും പാർക്കാൻ കൊള്ളാവുന്ന ഇടമാണ്. പ്രത്യേകിച്ച് നല്ല സ്ഥലങ്ങൾ അന്വേഷിച്ചൊന്നോ അന്ന് തിരക്കി പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഭൂമി മുഴുവൻ അനുഗ്രഹസമ്പൂർണമായി മാറുന്ന ഒരു കാലയളവ്. അത് മാത്രമല്ല, ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. യെശയ്യാ പ്രവചനം 47-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ച്. അല്ല, എസെക്കിയേൽ യെശയ്യാവല്ല, എസെക്കിയേൽ 47-ന്റെ 7-ാം വാക്യവും 12-ാം വാക്യവും. പന്ത്രണ്ടാം വാക്യം. മതി മതി പറയാം. അവിടെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ മാസം തോറും ഫലം കായ്ക്കണം, ഇല്ലയോ? ഇവിടെ ആണ്ടിലൊരിക്കലാണ് ഇപ്പോൾ കായ്ക്കുന്നത്. ചക്കയും മാവും ഒക്കെ ആണ്ടിലൊരിക്കലാണ് സാധാരണ രീതിയിൽ. വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അന്നെങ്ങനെ? മാസത്തിലൊരിക്കലാണ്. അപ്പോൾ ചക്കയൊന്നും ആരും ഉണക്കി വെക്കണ്ട, മാങ്ങ ഉപ്പിട്ട് വെക്കേണ്ട കാര്യമില്ല. കാരണം അപ്പം തന്നെ ഫ്രഷായിട്ട് കുറച്ച് ഉപയോഗിച്ചിട്ട് വേണം മാസം ജനുവരി, ഫെബ്രുവരി
മാർച്ച് ഏപ്രിൽ ഇങ്ങനെ ആവില്ല ബോസേ, പിന്നെന്തോ വേണം? അതാ ഫലകരമായ ജീവിതം. മുമ്പേ ഞാൻ പറഞ്ഞ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ മാസം തോറും പുതിയ ഫലം ഉണ്ടായിരുന്നു. എത്ര നല്ലതായിരുന്നില്ലയോ? നല്ലതായിരുന്നു, പക്ഷെ നടക്കുന്നില്ല. നമുക്ക് ആഗ്രഹിക്കാം, ശ്രമിക്കാം. കർത്താവ് നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നതാണ്. നദിയുടെ അക്കരെയും ഇക്കരെയും അനേക വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ടെന്നാണ് വായിക്കുന്നത്. ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു നദി, ആ നദി അവിടെ നിന്ന് ഉത്ഭവിച്ച് അങ്ങ് സമുദ്രം വരെയും ഒഴുകി പോകുന്നതായിട്ടാണ് വായിക്കുന്നത്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ ആ നദിയിൽ ധാരാളം പുതിയ മീനുകളും ജീവജാലങ്ങളൊക്കെ വർദ്ധിച്ചു വന്നിട്ട് ഇഷ്ടം പോലെ മീൻപിടിക്കാരിൽ നിന്ന് എളിയങ്കുറിയിൽ നിന്ന് വീശിയാലും തീരാത്തോളം മീനാണ്. വല്ലതും കിട്ടുന്നുണ്ടോ ഇപ്പോൾ? വലയുണ്ടോ? ഉണ്ടാക്കി നോക്കാം. ഒന്നുമില്ല, കിട്ടാനില്ല, സാധനമില്ല, തിരക്കില്ല. എന്നാൽ അന്ന് അങ്ങനല്ലേ, ഒറ്റ വീശിയാൽ ആവശ്യത്തിലധികവും കിട്ടും. ഭൂമി മുഴുവൻ അനുഗ്രഹപൂർണ്ണമാകുന്ന സ്ഥിതി, മാസം തോറും പുതിയ പുതിയ ഫലങ്ങൾ കിട്ടുന്ന ഫലകരമായ അവസ്ഥ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് സസ്യലോകത്ത് വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പം ചിന്തിച്ചത്. ഇനിയും ജന്തുക്കളുടെ കാര്യങ്ങൾ നോക്കാം, ജീവജാലങ്ങളുടെ കാര്യങ്ങൾ. അവയിലും വരാം. കന്നുകാലി, ആട് മുതലായതിനെയൊക്കെ നോക്കാം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 21-22 വായിച്ച്. യെശയ്യാ 7:21-22. അന്നത്തെ മെനു ആയി പറയുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തേക്കല്ല, ഇന്നും ഇത് കഴിക്കാൻ കൊള്ളാവുന്നതാ, ആരോഗ്യത്തിന് പറ്റിയതാ. കാശുണ്ടെങ്കിൽ മേടിച്ച് കഴിക്കോ, ഇല്ലെങ്കിൽ നമുക്ക് നിർത്തിയില്ല. എന്നാൽ മിനിമം പറയാം, അന്ന് ഒരു വീട്ടിലെ ഉപജീവനത്തിന് ഒരു പശുക്കിടാവും 2 ആടും മാത്രം മതി. അതിന് കറന്ന് കിട്ടുന്ന പാൽ ഇന്ന് വലിയ 500 പശുവുള്ള ഡയറി ഫാം നടത്തിയിട്ട് ഒക്കുമില്ല. എന്നാൽ അന്ന് അതിലൊന്നും ആവശ്യമില്ല. ഒരു പശുക്കിടാവും 2 ആടും ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സമൃദ്ധിയായിട്ട് ജീവിക്കാനുള്ള വക അതിൻ്റെ വരുമാനത്തിന് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളും അനുഗ്രഹിക്കപ്പെടും, അവയുടെ സ്ഥിതിക്ക് മാറ്റം വരും. അതുകൊണ്ട് പാലൊക്കെ സമൃദ്ധിയായിട്ടുണ്ടാകും. പലസ്തീൻ നാട് പാലും തേനും ഒഴിവെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഉയർന്ന അനുഭവം. നോക്കി, ഇതൊന്നും വെറും കഥയൊന്നുമില്ല, ഭാവനയല്ല കേട്ടോ, ദൈവത്തിൻ്റെ വചനമാണ്. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളാണ്. ഈ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ കഴിവുള്ളവരായത് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഇത് സംഭവിക്കും. എന്തായിരിക്കും അന്നത്തെ ഭൂമിയുടെ സ്ഥിതി, മനുഷ്യൻ്റെ സ്ഥിതി? എത്ര അനുഗ്രഹപൂർണമായ ഒരു കാലയളവായിരിക്കും. അപ്പോൾ ആർക്കും ഉപജീവനത്തിന് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഉപജീവനത്തിനുള്ള എല്ലാ വഴികളും വളർത്തുമൃഗങ്ങളിൽ നിന്ന് സമൃദ്ധിയായി കിട്ടുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് മാത്രമല്ല, ഈ കന്നുകാലികൾക്ക് പോലും കൊടുക്കുന്ന തീറ്റയെക്കുറിച്ച് 30-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ യെശയ്യാവ് പറയുന്നു. 30-ാം അധ്യായം 24-ാമത്തെ വാക്യം. യെശയ്യാവ് 30:24. ഇന്ന് കന്നുകാലികൾക്ക് എന്താ കൊടുക്കുന്നത്? കുറച്ച് പുല്ലും കൈ കിട്ടുന്നതെല്ലാം വാരി വലിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലയോ? എന്നാൽ അന്ന് അങ്ങനല്ല. കന്നുകാലികൾ പോലും ഇന്ന് മനുഷ്യൻ കഴിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണമാണ് കഴിക്കുന്നത്. കാരണം ഒന്നിന് ഷോർട്ടേജില്ല, ഇഷ്ടം പോലെ ഉണ്ടെന്നേ. അവർക്കൊക്കെ കൊടുത്തിരിക്കുകയാണ് ഉപ്പ് ചേർത്തതും വീശി വെടിപ്പാക്കിയതുമായ നല്ല ഭക്ഷണം. വളർത്തുമൃഗങ്ങൾക്ക് പോലും കൊടുക്കത്തക്കൊണ്ട് സംഗതിക്ക് അങ്ങ് മാറ്റം വരും. കർത്താവിൻ്റെ ഭരണകാലത്തിൻ്റെ ശ്രേഷ്ഠത അതുകൊണ്ടാണ് കൂടുതൽ ഉൽപ്പാദനക്ഷമതയും ഉണ്ടാകും. ദൈവം മനുഷ്യന് നന്മ നൽകുന്നതിൻ്റെ ചിത്രമായത്. ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. ആത്മീയമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ഭൗതികമായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നവനാണെന്നുള്ളതിൻ്റെ തെളിവാണ് 1000 ആണ്ട് വാഴ്ചക്കാലം എന്ന് പറയുന്നത്. ആ അനുഗ്രഹീതമായ കാലം ഈ ഭൂമിയിൽ വരാനായിട്ട് പോവുകയാണ്. ഇത് നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങളുടെ, കന്നുകാലികളുടെ ഒക്കെ കാര്യമാണ്. കാട്ടുമൃഗങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെ വായിച്ച്. വന്യജീവികൾ, കാട്ടുമൃഗങ്ങൾ, അതൊക്കെ എങ്ങനെ ആയിരിക്കും? യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഉണ്ടോ? ഇന്ന് പരസ്പരം വൈരമുള്ള ജന്തുക്കളാണ് ഇതൊക്കെ. ചെന്നായും കുഞ്ഞാടും. കുഞ്ഞാടിൻ്റെ കയ്യിൽ കുഞ്ഞാടിനെ കിട്ടിയ ഇന്നത്തെ സ്ഥിതി എന്താ? അപ്പം തന്നെ കടിച്ചു തൂക്കി പൊക്കി എടുത്തുകൊണ്ട് പോയി അതിനെ തിന്ന് നശിപ്പിച്ചില്ലായ്മയും. എന്നാൽ അന്നോ ചെന്നായും കുഞ്ഞാടും കൂടെ ഒന്നിച്ചു പാർക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമൊന്നും ഉണ്ടായില്ല. വന്യജീവികളുടെ, കാട്ടുമൃഗങ്ങളുടെ സ്വഭാവത്തിന് പോലും മശിഹായുടെ ഭരണകാലത്ത് മാറ്റം വരും. അതാണ് ഏതെൻ്റെ സ്ഥിതി. ഏതും തോട്ടത്തിൽ പോയിക്കൊണ്ടാണ്, പക്ഷെ ആരെയും ആക്രമിക്കുന്ന സ്ഥിതി ഇല്ലായിരുന്നു. ആദാമിനെ ഭരിക്കാൻ ഏൽപ്പിച്ചതാണ്. ആ ഭരണത്തിൽ വന്ന വീഴ്ചയാണ് അന്നോട്ട് ഇന്ന് വരെ എല്ലാ ഭരണക്കാർക്കും പാർട്ടി ഏതായാലും വീഴ്ച പറ്റുന്നു. അഴിമതിയും അക്രമവും കൈക്കൂലിയും അന്യായവും മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ മശിഹ വന്ന നീതിയോടെ ഭരിക്കുമ്പോൾ വീണ്ടും പഴയ സ്ഥിതി
പുനരാരംഭിക്കും. കാട്ടുമൃഗങ്ങൾ വന്യസ്വഭാവമുള്ളവ എനിക്ക് പറയും. പുള്ളിപ്പുലിയും കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കുമെന്ന വായിക്കും. പുള്ളിപ്പുലിയും കോലാട്ടുകുട്ടി ഇവ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. പശുക്കിടാവും ബാലസിംഹവും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ പരസ്പര വൈരമുള്ള ദുഷ്ടമൃഗങ്ങൾ. കാരണം ഈ മൃഗങ്ങൾക്ക് ഇതൊക്കെ അല്ലാതെ തിന്നാനൊന്നുമില്ല. ഈ ജീവജാലങ്ങളെ തിന്നാണ് ഇതൊക്കെ ജീവിക്കുന്നത്. എന്നാൽ അന്ന് അവയുടെ ഭക്ഷണ രീതിക്ക് മാറ്റം വരും. ചെറിയ കുട്ടി അവയെ നടത്തുമെന്ന വായിക്കും. പശു കരടിയോടുകൂടെ മേയും. സിംഹം കാളയെന്ന പോലെ പുല്ല് തിന്നും. കണ്ടോ, അവയും വെജിറ്റേറിയൻ ആവുമെന്ന്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡാണ് ബൈബിൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നോൺ വെജിറ്റേറിയൻ വിലക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ളത് കഴിച്ചു. എന്നാൽ വെജിറ്റേറിയനാണ് ആരോഗ്യത്തിനും ആത്മീയതയ്ക്കും നല്ലത് എന്നൊരു സജഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വന്യമൃഗങ്ങളുടെ പോലും സ്വഭാവത്തിന് മാറ്റം വരും. ആട്ടെ, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ഒരു സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ? ഉണ്ടോ? ദേഷ്യം കുറവുണ്ടോ? അസൂയക്കും കുശുമ്പിനും ഒക്കെ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? ഉണ്ടോ? ആ പരദൂഷണവും നുണപറച്ചിലും ഒക്കെ ഇപ്പോഴും ഇല്ലയോ? ഉണ്ടോ? ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് മാറിയോ? പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ്, അതുപോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ. അങ്ങനെ ആയോ? വ്യത്യാസം വന്നോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. പിന്നെന്താ? സകലതും പുതിയതാകണ്ടേ? അല്ല, സകലമെങ്കിലും പുതിയതായോ? എന്തുമാത്രം ഇനിയും പുതിയതാകാനുണ്ടല്ലോ. മിക്കവാറും ഒക്കെ പഴയതാണ്. ഈ പഴയതൊക്കെ കളഞ്ഞ് പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ജഡത്തെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു കളഞ്ഞ് പുതുമനുഷ്യനെ ധരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്കിടയാണ്. ഈ കാട്ടുമൃഗങ്ങൾക്ക് ഇത്രയും മാറ്റമാണ്. ഇതിന് സമാനമായ ഒരു രംഗം നോഹയുടെ പെട്ടകത്തിലേ ഉള്ളൂ. നോഹയുടെ പെട്ടകത്തിൽ 1 വർഷക്കാലം ഈ ജീവജാലങ്ങളെല്ലാം ഒന്നിച്ചു പാർത്തു. ഒന്നും ഒന്നിനെ ആക്രമിച്ചില്ല. മശിഹായുടെ ഭരണത്തിലും അങ്ങനെ തന്നെയായിരിക്കും. യാതൊരു ശാപവുമില്ലാത്ത, യാതൊരു ദോഷവുമില്ലാത്ത, യാതൊരു വിധമായ അക്രമങ്ങളും ഇല്ലാത്ത ഒരു കാലയളവായിരിക്കും. മനുഷ്യൻ മാത്രമല്ല, ജീവജാലങ്ങൾ പോലും, ജന്തുക്കൾ പോലും, കാട്ടുമൃഗങ്ങൾ പോലും നീതിയോടും ന്യായത്തോടും കൂടെ പ്രവർത്തിക്കുന്ന സഹവർത്തിത്വത്തിൻ്റെ ഒരു മനോഹരമായ കാലയളവ്. സമത്വത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെതുമായ ഒരു കാലയളവ്. അതാണ് മശിഹാ രാജാവ് ഭൂമിയിൽ ഭരിക്കുമ്പോൾ ഈ ലോകത്തിൽ വരുവാനായിട്ട് പോകുന്നത്. ഇഴജാതികളെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം കൂടെ വായിച്ച്. 65-ാം അധ്യായം 25-ാമത്തെ വാക്യം. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ആരും ഒരു ദോഷമോ നാശമോ ചെയ്യല. മനുഷ്യൻ മാത്രമല്ല, മറ്റു ജീവജാലങ്ങൾ ചെയ്യല. സർപ്പത്തിൻ്റെ ആഹാരം പൊടിയാണ്. അണലിയുടെ കൂട്ടിൽ ചെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അതിനെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഒറ്റക്കടിക്ക് കൊന്നുകളെന്ന ആ ദുഷ്ട സ്വഭാവമൊക്കെ അതിനൊക്കെ മാറും. സർപ്പലോകത്ത്, ജന്തുലോകത്ത്, സസ്യലോകത്ത് സകല മേഖലയിലും പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും. ഭൂമിയുടെ എല്ലാ മണ്ഡലങ്ങളും പുതുക്കപ്പെടുന്ന ഒരു കാലയളവായിരിക്കും മശിഹാ രാജാവിൻ്റെ ഭരണകാലം. ആ ഭരണം അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലയളവ്. അങ്ങനെ ഒരു സുവർണകാലം ഈ ഭൂമിയിൽ വരാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് മനുഷ്യർ അനുഗ്രഹിക്കപ്പെടും. നേരത്തെ നമ്മൾ ഓർത്തിട്ടുള്ളതുപോലെ മശിഹായിൽ നിന്ന് യെരുശലേമിൽ നേരിട്ട് പോയി കാണാനും കേൾക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കും. ലോകത്തിലെ എല്ലാ ജാതികളും യഹൂദനോടൊപ്പം മുമ്പൊരു ക്ലാസ് ഞാൻ പറഞ്ഞതാ. ജാതികളുടെ 10 ജാതികളിൽപ്പെട്ട ആളുകളെ ഒരു യഹൂദന്റെ വസ്ത്രാജ്യത്തെ പിടിച്ചുകൊണ്ട് ഞങ്ങളും പോലും എന്ന് പറഞ്ഞ യെരുശലേമിലേക്ക് യഹോവയായ രാജാവിനെ കാണാനും കേൾക്കാനും ആരാധിക്കുവാനുമായിട്ട് കടന്നു വരും. ഭൂലോകത്തിന്റെ തലസ്ഥാനമായിട്ട് യെരുശലേം മാറും. ഭൂലോകത്തിന്റെ ചക്രവർത്തിയായിട്ട് കർത്താവായ യേശു യെരുശലേം തലസ്ഥാനമാക്കി 1000 വർഷം ഭരിക്കും. ഇസ്രായേൽ രാജ്യത്തിന്റെ രാജാവായിട്ട് ദാവീദ് രാജാവ് വീണ്ടും അധികാരം പ്രാപിക്കും. ഇസ്രായേൽ രാജ്യത്ത് മാത്രം. വടക്കേ രാജ്യമൊന്നും തെക്കേ രാജ്യമൊന്നും പിരിഞ്ഞു പോയതൊക്കെ മാറിയിട്ട് ഒറ്റ രാജ്യമായിട്ട് ഒന്നായിട്ട് അവർ മശിഹായുടെ കീഴിൽ ഏകീകരിക്കപ്പെടും. ആ 12 അപ്പോസ്തലന്മാർ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെയും തലവന്മാരായി, ഗവർണർമാരായി അവരെ ഭരിക്കും. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ യോഗ്യതയ്ക്കനുസരിച്ച് ഭൂലോകത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സകല രാജ്യങ്ങളിലും അധികാരികളും അധിപതികളുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധികളായിട്ട് ഭരണം നടത്തും. രാജപ്രതിനിധികളെന്ന് അവരെ വിളിക്കേണ്ടത്. രാജാവിൻ്റെ പ്രതിനിധികൾ. ഏത് രാജാവിൻ്റെ? മശിഹാ രാജാവിൻ്റെ പ്രതിനിധികൾ അങ്ങനെ ഭരിക്കും. അതിനായി തെളിഞ്ഞപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് നമ്മൾ. അന്ന് അനേകം ദേശാധിപതികളും ഭരണാധികാരികളും വേറെയുമുണ്ട്. പ്രഭുക്കന്മാരുണ്ട്, ന്യായാധിപതികളുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ ദൈവമാക്കിയത് അവരൊക്കെ. അതേപോലെ തന്നെ ആ കാലത്തുണ്ട്. ലോകം മുഴുവൻ നീതിയുള്ള സൽഭരണം കാഴ്ചവെക്കുന്ന സമാധാനപൂർണമായ ഒരു അനുഗ്രഹ കാലയളവ് സംജാതമാകും. യേശു ക്രിസ്തു ഭൂലോകത്തിൻ്റെ ചക്രവർത്തിയാകും. അവിടുന്ന് നീതിയോടെ ഭരിക്കും. ആ നീതിയുള്ള ഭരണത്തിൽ സകലരും സന്തുഷ്ടരും അനുഗ്രഹീതരുമായി ദൈവത്തെ മഹത്വപ്പെടും. യേശുവിൻ്റെ രാജ്യം അത് സ്വർഗീയ രാജ്യമാണ്.
അത് സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. അവിടെ നാശമില്ലാത്ത ശാശ്വത രാജ്യമായിരിക്കുന്നത്. ആ രാജ്യത്തിൽ ഭക്തന്മാരായ വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ ഭരണം നടത്തും, ആധിപത്യം നടത്തും. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് തിമോഥെയോസിന്റെ ലേഖനത്തിലെ ആ വാക്യം, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കർത്താവിനോടുകൂടെ വാഴാനായിട്ടാണ് കർത്താവ് നമ്മളെ രക്ഷിച്ച് ഈ ഭൂമിയിൽ അവൻ്റെ നാമത്തിൽ സഹനങ്ങളോടുകൂടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് ഇത്ര നാൾ ഈ ഭൂമിയിലുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. ഉള്ളത്ര നാളുകൾ കർത്താവിന് വേണ്ടി വിശ്വസ്തരായിട്ട് നിന്ന് കഷ്ടമോ നഷ്ടമോ ഒക്കെ സഹിക്കേണ്ടി വന്നാൽ സഹിച്ചുകൊണ്ട് വിശുദ്ധിയെ തികച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ വഞ്ചനകളില്ല, അവിടെ വാഗ്വാദങ്ങളില്ല, വർഗീയ ഭേദങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയില്ല, വാശിയുമില്ല, വൈരാഗ്യവുമില്ല. എല്ലാവരും ഏകോദര സഹോദരങ്ങളായി മശീഹായുടെ ഭരണകാലത്തിൽ അവിടെ ജീവിക്കും. ഇന്നത്തെ പോലുള്ള ഇസങ്ങളൊന്നുമില്ല, കമ്മ്യൂണിസവും നാസിസവും ഫാസിസവും ഒരു ഇസവുമില്ല, സംഘീയസവും ഒരു ഇസവും അവിടെ കാണത്തില്ല. കോൺഗ്രസും BJPയും ലെഫ്റ്റും റൈറ്റും ഒന്നും അവിടെയില്ല. രാഷ്ട്രീയ പാർട്ടികളില്ലാത്ത മനോഹരമായ ഒരു രാജ്യം, അതാണ് മശീഹായുടെ രാജ്യം. എല്ലാവരും കർത്താവിനെ കീഴ്പ്പെട്ട് അവനെ സ്നേഹിച്ചനുസരിക്കുന്ന രാജ്യം. പ്രാരംഭ ക്ലാസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ്, അന്ന് യുദ്ധങ്ങളൊന്നും ഇല്ല. യുദ്ധായുധങ്ങളെയൊക്കെ കൃഷിയായുധങ്ങളായിട്ട് മാറ്റി. പട്ടാളം മിലിറ്ററി ട്രെയിനിങ്ങുകളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. യുദ്ധം അഭ്യസിക്കുകയില്ലെന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങളൊന്നുമില്ല. യുദ്ധങ്ങളില്ലാത്ത കാലം. ഇന്ന് യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും ഒക്കെ അവിടെ ഇവിടെയായിട്ട് കാണുന്നു. അത് മശീഹായുടെ മടങ്ങിവരവിൻ്റെ അടയാളം. യേശുക്രിസ്തുവിൻ്റെ സർവാധികാരം ഈ ഭൂമിയിലാകും. ജഗന്നാഥനായിട്ട് അവിടുന്ന് ഈ ഭൂമിയെ വാഴും. അതിനുവേണ്ടി കർത്താവ് വരുമെന്നായി സൈവൻ സാർ പാടിയേക്കും. വരുന്നിതാനാഥൻ വാഴുവാൻ ഹൗമോ. എങ്ങനെയാ വരുന്നത്? വെറുതെ ഒളിച്ചു വരികയല്ല. നിരന്നതൻ പരിവാര പദവികളുടെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് നമ്മുടെ കർത്താവ് രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം ധരിച്ചവനായി അവനോടൊപ്പം സ്വർഗീയ സൈന്യം വെള്ളക്കുതിരപ്പുറത്ത് അനുഗമിക്കുന്നവരായി ഒപ്പം വീണ്ടെടുക്കപ്പെട്ട 1000 വിശുദ്ധന്മാർ. യൂദാങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. അതൊരു വരവ് തന്നെയാണ്. മശീഹാ രാജാവിൻ്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്ത്. അവിടുത്തെ ഒന്നാമത്തെ വരവിൽ കേവലം ഒരു കഴുതപ്പുറത്ത് കയറി യെരൂശലേമിലേക്ക് ചെന്നപ്പോൾ സ്വീകരിക്കാനും ഓശാന പാടാനും ഒക്കെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. പാവങ്ങളും ശിഷ്യന്മാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. അതുതന്നെ വിലക്കാനാണ് മതനേതൃത്വം പറഞ്ഞത്. എന്നാൽ അവിടുന്ന് മഹിമയോടും പ്രതാപത്തോടും കൂടെ സർവാധികാരത്തോടുകൂടെ മടങ്ങി വരുമ്പോൾ വിലക്കാനൊന്നും ആരും കാണുകയില്ല. സകല കണ്ണും അത് കാണും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും കാണും. ഭൂലോക രാജാക്കന്മാരും നേതാക്കന്മാരും എല്ലാം കാണും. എതിർ ക്രിസ്തുവിനെയും സൈന്യത്തെയും ബന്ധിച്ച് ഇവനോട് തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. സാത്താനെ ബന്ധിച്ച് 1000 വർഷം അഗാധകൂപത്തിലടയ്ക്കും. നീതിയുള്ള ഭരണം അവിടുന്ന് സ്ഥാപിക്കും. വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവിനോടുകൂടെ വാഴും. 1000 ആണ്ട് വാഴ്ചയുടെ അനുഗ്രഹീതമായ കാലയളവ്. ആ കാലയളവ് നമുക്കും പങ്കാളിത്തമുള്ളതാണ്. എന്നാൽ നമ്മുടെ പ്രത്യാശ അതല്ല. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതേക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. എന്നാൽ അതിനൊക്കെ മുമ്പേ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. നമ്മുടെ കർത്താവ് വരും. നമ്മളെ തൻ്റെ അടുക്കലേക്ക് ചേർക്കണം. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടും. ഇങ്ങനെ നമ്മളെപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം, പ്രവർത്തിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുന്നു.